നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു വാക്ക്, ആരടാ പറഞ്ഞത് CPM അഭിപ്രായങ്ങൾ മാറ്റുമെന്ന്? CPM-ന്റെ അഭിപ്രായങ്ങൾ പാറപോലെ ഉറച്ചതാണെന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. എന്നാൽ ഒരു കാര്യം ആലോചിച്ചോണം, യുവതീ പ്രവേശന കോടതി പറഞ്ഞു. എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അഭിപ്രായം? യുവതികളെ പ്രവേശിപ്പിക്കണോ? പണ്ട് RSS-കാർ ഇതുപോലെയായിരുന്നു. RSS-നെ സംബന്ധിച്ചിടത്തോളം യുവതീ പ്രവേശനത്തിന് വേണ്ടി ഭയങ്കരമായ രീതിയിൽ പോരാട്ടം നടത്തിയവരാണ് സുപ്രീം കോടതി. അവർ പക്ഷെ ആ നിയമവുമായി കേരളത്തിൽ വന്നു. ആദ്യമൊക്കെ ഒന്ന് പയറ്റി നോക്കിയപ്പോ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ ട്രിപ്പിളായിട്ട് അങ്ങ് തിരിച്ചു. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാവുന്ന ഒരു രീതിയിലേക്ക് അവരുടെ സ്റ്റാൻഡ് എടുത്തു. പക്ഷെ കേരളത്തിൽ CPM ശക്തമായി പറഞ്ഞു, യുവതീ പ്രവേശനം നടപ്പിലാക്കും. അങ്ങനെ ബിന്ദുവിനെയും പല ആൾക്കാരെയും മലയിലേക്ക് കയറ്റി വിടുകയും സാഹസികമായ സമരത്തിന്റെ വിജയം എന്നൊക്കെ പറഞ്ഞു. പ്രതിസന്ധികളായിരുന്നു അവിടെ. എന്നും അടിയും ബഹളവും, പോലീസുകാരെ നിരന്തരമായ ശല്യം, റോഡുകളിലും എല്ലാം സമരം, ശബരിമല ഐക്യദാർഢ്യം, എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു. CPM ശക്തമായി പറഞ്ഞു, സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരിക്കും. കേസുകളായി, വഴക്കുകളായി. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ BJP-യുടെ പ്രസിഡന്റ് സുരേന്ദ്രനൊക്കെ തന്ത്രപരമായി അവിടെ കടന്നു കയറുന്നതും അവിടുത്തെ പ്രതിസന്ധികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അറിയാതെ തമ്പാക്കിടുന്നതും ഒക്കെ വലിയ ചർച്ചകളായ വാക്കുകളാണ്. അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മൾ CPM-ന്റെ കാര്യമാണ് പറയാൻ വന്നത്. യുവതീ പ്രവേശനത്തിൽ എന്താണെന്ന് മര്യാദയ്ക്ക് പറയാൻ സുപ്രീം കോടതി കേരള ഗവൺമെന്റിനോട് പറഞ്ഞപ്പോഴത്തേക്ക് പ്രതിസന്ധി മാറി. അവർക്ക് സംഭവം മനസ്സിലാക്കി, ഇത് BJP-ക്കും ചിലപ്പോൾ കോൺഗ്രസിനും ഗുണം ചെയ്യും. അതുകൊണ്ട് അവർ തന്ത്രപരമായ ഒരു മറുപടിയാണ് കൊടുത്തത്. കൃത്യമായ നിലപാടെടുക്കുകയല്ല ഉണ്ടായത്. അവിടെയില്ല ഇവിടെയില്ല, അയലിട്ട എന്തോ പോലെ ഒരഭിപ്രായം പറഞ്ഞു. വിശ്വാസികളുടെ വികാരത്തെ മുറിപ്പെടുത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല, അത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് CPM പറഞ്ഞു. അപ്പൊ എന്തിനാണോ ഇല്ലയോ അന്ന് അങ്ങനെ ചെയ്തത്, അതിനെപ്പറ്റി ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആചാരങ്ങളെ പറ്റി തീരുമാനിക്കേണ്ടത് പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ആണ് എന്ന് അടിച്ചവിടെ നിർത്തി. അപ്പോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM മയപ്പെടുത്തിയ ഒരു മറുപടി കൊടുത്തു. അവരെന്ത് ചെയ്തു? അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു. ആശയങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ വാക്കുകളുടെ വ്യതിചലനം നമ്മൾ ഇവിടെ കണ്ടു. കാരണം ശബരിമല വിഷയത്തിൽ ഒരിക്കൽ കൈകൊള്ളിയവരാണ് അവർ. ഇനി അടുത്ത കൈകൊള്ളാൻ അവർ തയ്യാറല്ല. പക്ഷെ അവരുടെ മറുപടി മറിച്ചാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന BJP-ക്കും നമ്മുടെ പാർട്ടിക്കും ഒക്കെ CPM-ന്റെ ഈ ആലോചിച്ചുള്ള ഒരു അടി ഇച്ചിരി വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.